ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേയില്ല. ഈ ഒരു സംഭവം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? ചെറുപ്പം മുതലേ നമ്മൾ പരസ്യത്തിലൊക്കെ കേട്ട് വരുന്ന ഒരു സംഭവമാണ് ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേയില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലെല്ലാം ആഗ്രഹം എന്താ? അത് തന്നെയാണല്ലോ. നമ്മളുടെ ചർമ്മം കണ്ടാലും നമുക്ക് എത്ര പ്രായമുണ്ടെന്നോ, നമുക്ക് ആരും നമ്മൾ പ്രായം കൂടുതൽ പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. എത്രത്തോളം ഒരു 5 വയസ്സോ 10 വയസ്സോ താഴെ പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്ന എന്താ, ഇന്ന സോപ്പ് യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ഒരു ബോഡി വാഷ് യൂസ് ചെയ്യൂ, നിങ്ങളുടെ സ്കിൻ എപ്പോഴും ചെറുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ചെയ്താലും നമുക്ക് അങ്ങനെ ആയിട്ടുണ്ടോ? ഉണ്ടാവില്ല. അത് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ആ പരസ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ശരിക്കും നമ്മളുടെ റിയൽ ലൈഫിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആവുമോ? നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ അങ്ങനെ ആവുമോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മം എപ്പോഴും ഈ പറഞ്ഞ പോലെ യങ്ങായിട്ട് ഇരിക്കുന്നുള്ളത് 100% ഗ്യാരൻറ്റിയാണ്. പക്ഷേ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത്രയേ ഉള്ളൂ. നമ്മളെ സ്കിൻ പെട്ടെന്ന്, അതായത് നമ്മളെ ഫേസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ സ്കിന്നിനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? സ്കിൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവമാണ്, ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവമാണ്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നോ അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രോപ്പറായിട്ട് അത്രയും ഗ്ലോ ആയിട്ടും അത്രയും യങ്ങായിട്ടും വെക്കാൻ പറ്റും. ചിലവർ പറയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരും. ചിലവർക്ക് അങ്ങനെയല്ല, എപ്പോൾ കണ്ടാലും ഒരു ബേബി സോഫ്റ്റ് സ്കിന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ പറയുവാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ബ്യൂട്ടി അവെയർനെസ് കിട്ടുന്ന ഒരു ചാനൽ കൂടി ആയിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ ഇത് ഫോളോ ചെയ്യുക. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക, കമൻറ്റ് ചെയ്യുന്നു അറിയിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സ്കിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫേസിൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? CTM നമ്മൾ കൊടുക്കുക എന്നുള്ളത് അല്ലേ? ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ നമ്മളുടെ സ്കിൻ, നമ്മുടെ ഫേഷ്യൽ ഏരിയ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മളുടെ അത് ഫേസ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ? നമ്മൾ ഫുൾ ബോഡി, നമ്മുടെ ഫുൾ സ്കിന്നിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അപ്പോൾ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടും ഗ്ലോ ആയിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ ചുളിവൊന്നും ഇല്ലാതെയും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നർ മോയ്സ്ചർ കൊടുക്കുക എന്നുള്ളതാണ്. വെള്ളം എത്രത്തോളം എടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയൂ കേട്ടോ. കാരണം ഞാൻ എവിടെ പോകണമെങ്കിൽ ഞാനൊരു കയ്യിൽ എപ്പോഴും എൻ്റെ ബാഗിൽ ആദ്യം വയ്ക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വെള്ളമായിരിക്കും. കാരണം വെള്ളം നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇന്നർ മോയ്സ്ചർ നമ്മൾ ബ്യൂട്ടിക്ക് വേണ്ടി മാത്രമല്ല ഹെൽത്തിന് വേണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുക. പ്ലസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൊളോജിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് നമ്മുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കൊളോജിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഇലാസ്റ്റികത കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇലാസ്റ്റികത കുറഞ്ഞ് വരും. നമുക്ക് ഓരോ ഏജിലും നമുക്ക് ഇത്ര % വെച്ച് നമ്മളുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൊളോജിൻ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്ന ഫുഡിൽ കൊളോജിൻ കണ്ടൻറ്റ് വരുന്ന ഫുഡ് മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും പറയും ബ്രോക്കോളി കഴിക്കൂ, അവക്കാഡോ എടുക്കൂ, മുട്ട കഴിക്കൂ. ഇതെല്ലാം നമുക്ക് ഡെയിലി നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാനുള്ളത് നമ്മൾ എപ്പോഴും എക്സ്റ്റേണലായിട്ട് മാത്രമല്ല ഇൻറ്റേർണലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിച്ച്, അപ്പോൾ കേൾക്കുന്നവർക്കും ബോറടിക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇനി നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിന് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ്
ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൊളേജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ സ്കിൻ വീക്ക് ആവുമെന്നോ തോന്നുവാണെങ്കിൽ കൊളേജൻ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം, പൗഡറായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളൊരു നല്ലൊരു ന്യൂട്രീഷനെ കണ്ടിട്ട് അവരുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എന്തായാലും നിങ്ങളുടെ സ്കിൻ ചെറിയ പ്രായത്തിൽ ഭയങ്കര ലൂസായിട്ടും ഭയങ്കര എന്താ പറയുക ഡ്രൈ ആയിട്ടൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ന്യൂട്രീഷനെ കാണുന്നത് നല്ലതായിരിക്കും. അടുത്തത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ വീടുകളിലെന്നൊക്കെ പറഞ്ഞാൽ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ടാവും. കുളിക്കുക എന്ന് പറയുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് എപ്പോഴും എണ്ണയിട്ട് കുളിപ്പിക്കും. അത് ചെറിയ കുട്ടികൾ, കുഞ്ഞു ബേബീസിനെ നമുക്ക് ഇപ്പോഴും നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട്. ബട്ട് അന്നൊക്കെ എന്ന് വെച്ചാൽ ചെറിയ എല്ലാവരും അതുപോലെ ആയിരിക്കും. നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് വീക്കെൻഡ് എപ്പോഴും എണ്ണയൊക്കെ ഇട്ട് തരും, എന്നിട്ടൊക്കെയാണ് കുളിക്കാനൊക്കെ പറയാറ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെ സ്കിൻ എത്രത്തോളം നമ്മളെപ്പോഴും യങ്ങായിട്ടിരിക്കണം, നമ്മളുടെ സ്കിൻ ഭയങ്കര ചെറുപ്പമായിട്ട് നിലനിർത്തണമെങ്കിൽ നല്ലപോലെ എന്താ പറയുക സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഓയിലൊക്കെ ഇട്ട് ഒന്ന് മസാജ്, നോർമൽ ഒരു ജെൻറ്റിൽ മസാജ് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന നമ്മളുടെ കേരളത്തിൻ്റെ സ്വന്തം കോക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ചിലവർ പറയും ബദാം ഓയിൽ ബെറ്റർ അല്ലേ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഒലിവ് ഓയിൽ എടുക്കട്ടെ, ബദാം ഓയിൽ എന്നും വേണ്ട. ഇതിനേക്കാളും നമുക്ക് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അത് നിങ്ങൾ ലൈറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ സ്കിന്നിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറ്റിലേക്ക് ആക്കുക, വളരെ ലൈറ്റായിട്ട്. എന്നതിന് ശേഷം നല്ലപോലെ ഫുൾ ബോഡി നമുക്കറിയാം, നമ്മൾ ലേഡീസ് എസ്പെഷ്യലി ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഇട്ട് നമ്മൾ കുഴമ്പും എണ്ണയൊക്കെ ഇട്ടിട്ടൊക്കെ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കും. എന്തിനാണ്? നമ്മളുടെ സ്കിന്നിനെ തിരിച്ച് പിടിക്കുവാണ് അല്ലേ. നമ്മളൊരു ബേബി ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ടെക്സ്ചർ തന്നെ ടോട്ടലി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്താവും, വീണ്ടും നമ്മളുടെ ആ ഒരു ടെക്സ്ചർ നമ്മൾ വീണ്ടും റീകണക്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു ഓയിലൊക്കെ ഇട്ട് നിങ്ങളൊരു മസാജൊക്കെ കൊടുത്ത്, മസാജ് കൊടുക്കണം എന്ന് വെച്ചാൽ അയ്യോ അതിനൊരു മസാജിങ്ങിന് ഒരാളെ വിളിച്ച് ചെയ്യണം എന്നൊന്നുമില്ല. നോർമലി നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ചെയ്താൽ മതി. അതെല്ലാം ഹെൽപ്പ് ചെയ്ത് തരാൻ ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊരു ജസ്റ്റ് ഓയിലിട്ടൊന്ന് മസാജ് ചെയ്ത് തരാൻ വേണ്ടി പറയാം. സോ അത് വളരെ സൂപ്പർബാണ്. ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് ആയുർവേദിക് ക്ലിനിക്കുകളിലെല്ലാം തന്നെ ഓയിൽ മസാജിനുള്ള ഇമ്പോർട്ടൻസ് അത് വളരെ ഏറെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ കർക്കിടക മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട് അല്ലേ. കർക്കിടക മാസത്തെ സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ആയുർവേദിക് ഹോസ്പിറ്റൽസിലൊക്കെ ക്ലിനിക്കിലൊക്കെ പോയാൽ കാണാം. അവിടെ നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, കൂടുതൽ ഈ ഓയിലും എണ്ണയ്ക്ക് നമ്മുടെ ബോഡിയിലൊക്കെ എപ്പോഴും ഒരു ഓയിലിൻ്റെ ഒരു സ്മെല്ല് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് അത്രമാത്രം നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. സ്കിൻ എപ്പോഴും ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കണം. ചർമ്മം എപ്പോഴും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നാനേ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്കിതൊന്നും സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു സൺഡേ നമ്മളൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഇനി അതല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മന്ത്ലി ട്വൈസ് നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു ആയുർവേദിക് ക്ലിനിക്കിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫുൾ ബോഡി ഓയിൽ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഈ ഡ്രൈനെസ്സിനെ കുറയ്ക്കാനും എല്ലാ രീതിയിലും നമ്മൾ മസിൽസിനും ഒക്കെ തന്നെ നമുക്ക് നല്ലതാണ് ഒരു ഫുൾ ബോഡി ഒരു ഓയിൽ മസാജ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ റിസൾട്ട്. അപ്പോൾ ഇതൊന്നും പോയി ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ ക്ലിനിക്കിലോ അവിടെ ഇവിടെയൊന്നും പോയി ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സ്വന്തമായിട്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഒരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഇട്ടാൽ നമുക്ക് റിസൾട്ട് തിരിച്ച് അതിൻ്റെ ഇരട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാം ശ്രമിക്കും, പക്ഷെ നമുക്ക് എല്ലാത്തിനും പ്രോപ്പർ റിസൾട്ട് അല്ലെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ റിസൾട്ട് വേണം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് കിട്ടും റിസൾട്ട് ഇല്ല, നിങ്ങൾ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ എഫേർട്ട് അങ്ങോട്ട് ഇട്ടാൽ നിങ്ങൾക്കൊരു 10% തിരിച്ച് അത് അങ്ങനെയാണ്, നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരാളില്ല എന്നൊന്നും വിചാരിക്കാതെ നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ നമുക്കൊരു മസാജ് കൊടുത്ത് നിങ്ങളൊരു 1/2 hour വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ
നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ലപോലെ സോഫ്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. പ്ലസ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളൊരു എനിക്ക് തോന്നുന്നത് ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ 2 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റും നല്ലതാണ്. പക്ഷേ ഇന്നത്തെ നമുക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊന്നും പറ്റാറില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ ഈ ഒരു സംഭവം ഫോളോ ചെയ്യുക. ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക നല്ല രീതിയിൽ ബോഡി ലോഷൻ, ബോഡി മിൽക്ക് കിട്ടും. നമുക്ക് നല്ലപോലെ നോർമൽ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബോഡി മിൽക്ക് കൊടുക്കുക. അത്രയും തിക്കൊന്നും ഇല്ലാതെ ബോഡി മിൽക്ക് കൊടുത്താൽ മതിയാവും. അതല്ല നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ബട്ടർ യൂസ് ചെയ്യാം. ഇത് ഡെയിലി നിങ്ങൾ കുളി കഴിഞ്ഞ് നല്ല നനവ് വെറ്റായിരിക്കണ സമയത്ത്, ഈർപ്പമുള്ള സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ടിലേക്ക് വരും. വീക്ക്ലി വൺസ് നിങ്ങൾ ഇതുപോലെ ഒരു ഓയിൽ മസാജും ഡെയിലി കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ടവൽ ഡ്രൈ ചെയ്ത ഉടനെ കേട്ടോ, നിങ്ങൾ കുളിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എപ്പോഴും നമ്മൾ ആ നനവ് നമ്മൾ സ്കിന്നിൽ ഉണ്ടാവുമ്പോൾ തന്നെ, അതായത് ജസ്റ്റ് ഒന്ന് ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ നല്ലപോലെ ഡ്രൈ ആണ് സ്കിൻ ഉണ്ടെങ്കിൽ ബോഡി ബട്ടർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഒരു നോർമൽ ടു ഓയിലി സ്കിന്നൊക്കെയാണ് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി മിൽക്ക് മതിയാവും. കാരണം അത് അത്രമാത്രം ഓവർ തിക്നെസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് മതിയാവും. ഇത് നിങ്ങൾ ശരിക്കും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളിത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 months നിങ്ങൾ എന്നോട് പറയും, മാം എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അത്ര സൂപ്പർബായിട്ടുണ്ട്, അടിപൊളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട് എൻ്റെ സ്കിൻ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുള്ളത് എനിക്ക് 200% 100% ഞാൻ ഗ്യാരൻറ്റി പറയും. സോ ഇത് ചെയ്യാം. നമ്മളെപ്പോഴും നമുക്കെല്ലാം ആഗ്രഹമാണ്, നമുക്ക് ഭംഗിയായിട്ടിരിക്കണം, ഞാൻ അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷേ കൂടുതലും ഞാൻ അത് എപ്പോഴും പറയുന്നതാണ്, മടി കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നും എല്ലാവരും മനുഷ്യരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു എയിം ഉണ്ടാവണം, നമ്മൾ ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ ഓക്കെ. ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും നമ്മളുടെ ശരീരത്തിനെ, നമ്മുടെ സ്കിന്നിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ഞാൻ ഓക്കെ അല്ല, ഞാൻ അങ്ങനെ ഇതല്ല, അങ്ങനെയൊക്കെ തോന്നലൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വേണം. ഞാൻ ചെയ്യും, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ അതിനുള്ള എന്താണോ ഞാനത് ചെയ്തിരിക്കും എന്നുള്ള ഫുള്ളായിട്ട് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതാണോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് അറിയിക്കുക കേട്ടോ, മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് സന്തോഷമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.